ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. തിരുപ്പിറവിയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ. കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരിയിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി നമ്മെ സ്വന്തമാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ തിരുലിഖിതങ്ങളിൽ അതിസുന്ദരമായ ഒരു ഭാഗം ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, വന്ന് കാണുക. ദൈവത്തിൻ്റെ തിരുവചനം എഴുതി വയ്ക്കുന്നു. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവനോടൊത്ത് താമസിക്കുകയും ചെയ്തു. അത് 10-ാം മണിക്കൂറായിരുന്നു. വൈകുന്നേരം 4 മണിക്കാണ് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടത്, ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ വസിച്ചത്, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമായി തീർന്നത് എന്ന് ഏറ്റുപറയുന്ന കൃപയുടെ നിമിഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം ഏതാണ്? എനിക്ക് ഉറപ്പുണ്ട്, ജീവിതത്തിൻ്റെ അനേക സന്ദർഭങ്ങളിൽ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഏത് പ്രായത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് അനുഭവത്തിലാണ് യേശു നിൻ്റെ സ്വന്തമായി മാറിയത്? യേശുവിന് നീ നിൻ്റെ ഹൃദയം ഒരു പുൽക്കൂടായി തുറന്നു കൊടുത്തത്, യേശുവിനെ അനുഗമിക്കുവാൻ നീ തീരുമാനമെടുത്തത്, യേശുവിനെ പ്രതി ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കുവാൻ നീ തീരുമാനമെടുത്ത മണിക്കൂർ, നീ തീരുമാനമെടുത്ത വർഷം, നീ തീരുമാനമെടുത്ത സാഹചര്യം എന്താണ്? ഇനി ആരെങ്കിലും അപ്രകാരം ഒരു അനുഭവം സ്വന്തമാക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായും യേശു അപ്രകാരം ഒരു അനുഭവത്തിലേക്ക്, ഒരു ജീസസ് എൻകൗണ്ടറിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കും. അങ്ങനെ യേശുവിനെ ഹൃദയം കൊണ്ട് കാണുന്ന, കണ്ടുമുട്ടുന്ന, തൊട്ടറിയുന്ന, രുചിച്ചറിയുന്ന, ഏറ്റുപറയുന്ന വെളിപാടിൻ്റെ, ആത്മാവിൻ്റെ, ഹൃദയബന്ധത്തിൻ്റെ ആ സ്പെഷ്യൽ മൊമെൻ്റ്, ആ മൂർത്തമായ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. 2025 ജൂബിലി വർഷം ദൈവം ചൊരിഞ്ഞ സകല കൃപകൾക്കും നന്ദി പറഞ്ഞ് മറ്റൊരു വർഷത്തിൽ കൂടുതൽ കൃപയ്ക്കായി ആഗ്രഹിച്ച് അവനെ അനുഗമിക്കാനുള്ള വലിയ ധൈര്യവും വലിയ സമർപ്പണവും നമ്മളിൽ നിറയപ്പെടട്ടെ എന്നാശംസിച്ച് പ്രൈസ് ദി ലോർഡ്.